ആരോഗ്യമന്ത്രി വീണ ജോർജ് വലിയ വട്ടപൂജ്യം എന്നാണ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തുന്നത്. UDFിന്റെ പൂജ്യങ്ങളൊന്നും ആരോഗ്യ മേഖലയിൽ LDF മികച്ചതാക്കിയെന്ന ആരോഗ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് രമേശ് ചെന്നിത്തലയുടെ ആ മറുപടി. ഈ പൂജ്യങ്ങളെല്ലാം യോജിക്കുന്നത് വീണ ജോർജിനാണ്. പൂജ്യങ്ങൾ മുഴുവൻ കൂടി ചേർത്ത് അവർക്ക് ഒരു അംഗീകാരം കൊടുക്കുകയാണ് വേണ്ടത്. ഈ പൂജ്യമൊന്നും ഞങ്ങളുടെയല്ല, പൂജ്യമൊക്കെ വീണ ജോർജിനുള്ളതാണ്. സ്വന്തം വകുപ്പിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത ആരോഗ്യമന്ത്രി അവരാണ് ഒരു വലിയ പൂജ്യം, അത് മനസ്സിലാക്കാം. അപ്പോൾ ഡോക്ടേഴ്സ് ദിനമായി നേരത്തെ പ്രേക്ഷകർ കണ്ടു. KGMCയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഇതിന് മുന്നിൽ പ്രതിഷേധം തുടരുകയാണ്. യൂറോളജി വിഭാഗം തലവൻ ഡോക്ടർ ഹാരിസ് ഹസന്റെ തുറന്നു പറച്ചിലിന് പിന്നാലെയാണ് പ്രതിഷേധം. സിസ്റ്റത്തിന്റെ പിഴവിനെ ഡോക്ടർമാരെ പഴിക്കരുത് എന്നുള്ളതാണ് KGMCTS സംഘടനയുടെ ആവശ്യം. ആരോഗ്യ മേഖലയിൽ പ്രത്യേകിച്ച് നഴ്സിംഗ് വിഭാഗം ഉൾപ്പെടെയുള്ള രോഗികളെ നേരിട്ട് പരിചരിക്കുന്ന വിഭാഗത്തിൽ ഔട്ട്സോഴ്സ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ പ്രയാസം സൃഷ്ടിക്കും എന്നുള്ളത് തന്നെയാണ് സംഘടനയുടെ അഭിപ്രായം. അത് കൃത്യമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ നിവേദനം കൊടുത്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ നിന്നും പിന്നോട്ട് പോകണം എന്നുള്ളതാണ് സംഘടനയുടെ നിലപാട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ മാസം 11-ാം തീയതി കോഴിക്കോടും ആലപ്പുഴയുമാണ് ഈ പ്രയാസം നേരിടുന്നത്. കോഴിക്കോട് ആലപ്പുഴ മെഡിക്കൽ കോളേജുകളിലേക്ക് പ്രിൻസിപ്പൽ ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും നടത്താൻ സംഘടന തീരുമാനിച്ചിട്ടുണ്ട്. സർക്കാരിനെതിരെ ഇടതനുകൂല നഴ്സിംഗ് സംഘടന KGNAയും സമരത്തിലേക്ക് നീങ്ങുകയാണ്. നഴ്സിംഗ് നിയമനം ഔട്ട്സോഴ്സിംഗ് ഏജൻസിയെ ഏൽപ്പിച്ചതിൽ പ്രതിഷേധിച്ചാണ് KGNAയുടെ പ്രതിഷേധം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നേരത്തെ മാറ്റിവെച്ച രീതിയിൽ ശസ്ത്രക്രിയകൾ തുടങ്ങിയിട്ടുണ്ട്. MG പ്രതീഷ്, അരുൺ പാറക്കൽ, റാഫി കരീം, മിഥില ബാലൻ എന്നിവരെ ഓരോരോ മെഡിക്കൽ കോളേജിന് മുന്നിൽ നിന്ന് ചേരുന്നുണ്ട്. പ്രതീഷിലേക്ക് ആദ്യം പോകുന്നു. പ്രതീഷ്, അപ്പോൾ KGMCTയുടെ സമരം അവിടെ തുടരുകയാണോ? ഏതെങ്കിലും തരത്തിൽ ഡോക്ടർ ഹാരിസ് ഹസന്റെ പേരിനെങ്കിലും ഒരു നടപടി ഉണ്ടായാൽ അതിനെ ശക്തിയുക്തം ചെറുക്കാൻ തന്നെയല്ലേ ഡോക്ടർമാരുടെ സംഘടനയുടെ ആലോചന, തീരുമാനം? പ്രതീഷ്. ഹഷ്മി, കഴിഞ്ഞ കുറേ നാളുകളായി മെഡിക്കൽ കോളേജുകളിലെ ആശുപത്രികളിലെ ഡോക്ടർമാർ ഉന്നയിച്ച ആവശ്യങ്ങൾ, ആ ആവശ്യങ്ങൾ തന്നെയാണ് ഡോക്ടർ ഹാരിസ് ഹസൻ തുറന്നു പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഹാരിസ് ഹസന്റെ തുറന്നു പറച്ചിലിൽ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്നതാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്ന കാര്യം. ഏതെങ്കിലും തരത്തിൽ ഡോക്ടർ ഹാരിസിനെതിരെ നടപടി ഉണ്ടായാൽ, അച്ചടക്ക നടപടി ഉണ്ടായാൽ ശക്തമായ ഒരു പിന്തുണ, ഒപ്പം അതിനെതിരായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാകുമെന്നതാണ് KGMCT അടക്കമുള്ള ഡോക്ടർമാരുടെ സംഘടന പറയുന്നത്. കാരണം ഇത് ആദ്യമായി ഉന്നയിക്കുന്ന ആവശ്യങ്ങളല്ല, നിരന്തരമായി സിസ്റ്റത്തോട് പറഞ്ഞതാണ്. ഒപ്പം ആരോഗ്യ വകുപ്പിനെ, മന്ത്രിയുടെ ഓഫീസിനെ ഉൾപ്പെടെ ഈ ആവശ്യങ്ങൾ അറിയിച്ചതാണ്. പക്ഷേ അതൊന്നും തന്നെ മാസങ്ങളായിട്ടും ആ ആവശ്യങ്ങളിൽ യാതൊരു നടപടിയും ഉണ്ടായില്ല. നടപടി ഒന്നും തന്നെ ഉണ്ടാകാത്തതിനെ തുടർന്നാണ് അത്തരത്തിലൊരു നിലപാടിലേക്ക് പോകേണ്ടി വന്നത്. അതുകൊണ്ട് ഈ ഡോക്ടർ ഹാരിസ് ഹസൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ പൂർണ്ണ പിന്തുണയാണ് നിലവിൽ KGMCTയെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിന്റെ കൂടി ഭാഗമായി തന്നെയാണ് ഡോക്ടേഴ്സ് ദിനത്തിൽ സംസ്ഥാനമൊട്ടാകെ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത്. അതിനു പുറമെ അവർ കഴിഞ്ഞ കുറേ നാളുകളായി KGMCTയെ ഉന്നയിക്കുന്ന ആവശ്യങ്ങളുണ്ട്. അത് മറ്റ് ശമ്പളവുമായി ബന്ധപ്പെട്ടും മറ്റ് ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ടുമുണ്ട്. അതുകൂടി ചേർത്തുകൊണ്ടാണ് ഈ മെഡിക്കൽ കോളേജുകളിൽ ഇന്ന് KGMCT ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രതിഷേധ ധർണയാണ് സംഘടിപ്പിച്ചത്. ഇത് ആശുപത്രി സേവനങ്ങളെ ഒന്നും ബാധിക്കുന്ന തരത്തിലല്ല ഈ പ്രതിഷേധം